ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ഫെബ്രുവരി 4 മുതൽ ഇടവൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന വേഴഗ്രഹം നേർസഞ്ചാരത്തിൽ വരുന്നു. ഫെബ്രുവരി 4 മുതൽ മെയ് 14 വരെ ഇടവൻ രാശിയിൽ വേഴം നേർസഞ്ചാരത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെ വേഴഗ്രഹം നേർസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം 2024 മെയ് 1 വേഴഗ്രഹം ഇടവൻ രാശിയിൽ വന്നത്. കഴിഞ്ഞ ഒക്ടോബർ 9 മുതൽ ഇടവൻ രാശിയിൽ നിന്ന വേഴഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെ വക്രത്തിൽ സഞ്ചരിക്കുന്ന വേഴഗ്രഹം ഈ ഫെബ്രുവരി 4 മുതൽ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ ആകുന്നു. അപ്പം നമുക്ക് ഈ വേഴം വക്രത്തിലാകുന്ന സമയത്താണ് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന അധർമ്മ പ്രവർത്തനങ്ങൾ, അതുപോലെ ആസുര സ്വഭാവങ്ങൾ, അപ്പം ഇവയൊക്കെ തടയുന്നതിനുള്ള ഒരു കഴിവ്, അതിനുള്ളൊരു ശക്തി സംഭരിക്കുന്നത് വേഴം വക്രത്തിലാകുമ്പോഴാണ്. അപ്പം വക്രഗതി മാറി വേഴം നേർസഞ്ചാരത്തിലാകുമ്പോൾ ആ വേഴത്തിന് വളരെയധികം ശക്തി കൂടുന്ന സമയമാണ്. പ്രത്യേകിച്ച് വേഴം നിൽക്കുന്നത് കാലപുരുഷൻ്റെ ധനസ്ഥാനത്താണ്. ധനസ്ഥാനാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ വേഴവും ശുക്രനും പരസ്പരം രാശികൾ മാറി പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വേഴഗ്രഹം കാലപുരുഷൻ്റെ ധനസ്ഥാനത്ത് വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ, ആ വേഴത്തിന് ശക്തി കൂടുക എന്ന് പറയുമ്പോൾ ധനം, സമ്പാദ്യം, അതുപോലെ തന്നെ ഇവ കൂടും, സന്തോഷം ഉണ്ടാകും, കുടുംബസുഖം അനുഭവപ്പെടും, ആത്മജ്ഞാനം കൂടും, സന്താന ഗുണം ഉണ്ടാകും, മറ്റു ഭാഗ്യ അനുഭവങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയായിരിക്കും ആ 2ാം ഭാവരാശിയിൽ, കാലപുരുഷൻ്റെ 2ാം ഭാവരാശിയിൽ വേഴഗ്രഹം നേർസഞ്ചാരത്തിൽ വരിക വഴി ഉണ്ടാകുന്നത്. അതേസമയം ജാതകത്തിൽ വേഴഗ്രഹത്തിൻ്റെ ഭാവാധിപത്യം, ഓരോ കുറുകാരുടെയും ലഗ്നക്കാരുടെയും ജാതകത്തിൽ വേഴഗ്രഹത്തിൻ്റെ ഭാവാധിപത്യം എന്താണ്, വേഴം എവിടെയാണ് നിൽക്കുന്നത്, വേഴം മറ്റ് ഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്യുന്നുണ്ടോ, വേഴത്തിൻ്റെ ദൃഷ്ടി, ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം, ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ ഗുണ അനുഭവങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വേഴത്തിൻ്റെ ഈ നേർസഞ്ചാരം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത്? ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനം കൂറുകാർക്കും ലഗ്നക്കാർക്കും വേഴത്തിൻ്റെ ഇടവൻ രാശിയിലെ നേർസഞ്ചാരം എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് വേഴത്തിൻ്റെ നേർസഞ്ചാരം, ഇടവൻ രാശിയിലെ നേർസഞ്ചാരം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും വേഴം ഇപ്പോൾ 6ാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. ഫെബ്രുവരി 4 മുതൽ ഈ 6ൽ നിൽക്കുന്ന വേഴം, വക്രത്തിൽ സഞ്ചരിക്കുന്ന വേഴം നേർസഞ്ചാരത്തിൽ വരുന്നു. ഇപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം വേഴഗ്രഹം ജന്മരാശ്യാധിപനാണ്. അതുപോലെ തന്നെ ഈ വേഴഗ്രഹം 4ാം ഭാവാധിപനാണ്, സുഖസ്ഥാനാധിപനുമാണ്. അപ്പോൾ 4ാം ഭാവാധിപനും ജന്മരാശ്യാധിപനുമായിട്ടുള്ള വേഴമാണ് 6ൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നത്. 6ാം ഭാവാധിപൻ ഇപ്പോൾ സുഖസ്ഥാനത്ത് നിൽക്കുന്നു, സുഖസ്ഥാനാധിപൻ 6ൽ നേർസഞ്ചാരത്തിൽ വരുന്നു. അങ്ങനെ ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഈ വേഴഗ്രഹം 6ൽ നേർസഞ്ചാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ, തൊഴിലിടത്ത് തർക്കങ്ങളുള്ളവർ, എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവർ, അവർക്ക് ഈ വേഴത്തിൻ്റെ നേർസഞ്ചാരം ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിക്കിട്ടും. അവരുടെ തടസ്സങ്ങൾ മാറും, തൊഴിലിൽ കോൺസെൻട്രേഷൻ കൂടും, തൊഴിലിൽ പ്രായോഗിക പരിജ്ഞാനമൊക്കെ മെച്ചപ്പെടുന്ന സമയമായിരിക്കും. അത് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കിട്ടുന്നതിനും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹകരണമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ അത് വഴിതെളിക്കും.
അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും. അതേസമയം വേഴം 6-ലൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഉള്ളവർ അതിൽ അല്പം കെയർ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ 6-ലൊക്കെ വേഴം നേർസഞ്ചാരത്തിൽ വരുമ്പോൾ ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക്, അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ്. അവരുടെ ആ ഒരു കഴിവ് കൂടുന്ന സമയമായിരിക്കും. ശത്രുക്കളുടെ മേലെ ആധിപത്യം ഉണ്ടാകുന്ന സമയമായിരിക്കും. ശത്രുശല്യമൊക്കെ കുറയുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ കടബാധ്യതകളൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം നമ്മുടെ ധനവിനിയോഗത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. ബാഡ് ഹാബിറ്റ്സൊക്കെ പൊതുവെ മാറും. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു സുഖം ഈ സമയത്ത് ഉണ്ടാകും എന്ന് പറയാം. അതേസമയം ഈ 6-ാം ഭാവരാശിയിൽ നിൽക്കുന്ന വേഴഗ്രഹം നേർസഞ്ചാരത്തിൽ വരികയും അവിടെ നിന്ന് അതിൻ്റെ 5-ാം ഭാവമായിട്ടുള്ള ഈ കർമ്മരാശിയിൽ 10-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 10-ലേക്കൊക്കെ വേഴേണ്ട ദൃഷ്ടി വരുമ്പോൾ അത് തൊഴിലിടത്ത് ആ തൊഴിലിലെ പരിജ്ഞാനം, അതുപോലെ തന്നെ തൊഴിലിടത്ത് കൂടുതൽ ഡെഡിക്കേഷൻ, കാര്യക്ഷമത, അതുപോലെ തൊഴിലിടത്ത് അവരുടെ കഴിവ്, അവിടുത്തെ സഹനശക്തിയൊക്കെ അവർക്ക് കൂടുന്ന സമയമായിരിക്കും. പൊതുവെ തൊഴിലിൽ ഉയർച്ചയ്ക്ക് ഇതെല്ലാം സഹായകമാണ്. പ്രത്യേകിച്ച് തൊഴിലിടത്ത് കൂടുതൽ ജ്ഞാനം, അതുപോലെ തന്നെ ഡെഡിക്കേഷൻ, കാര്യക്ഷമത, കഴിവ്, അതുപോലെ നമ്മുടെ ആ ഒരു ക്ഷമാശീലം, ഇതൊക്കെ തൊഴിലിടത്ത് നമുക്ക് സഹായങ്ങൾക്ക് വഴിതെളിക്കും, നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിലിടത്ത് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിനും സാധ്യതയുണ്ട്. കാരണം ആ 10-ാം ഭാവരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി മാത്രമല്ല ശുക്രൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ കിട്ടുന്നതിനും സാധ്യതയുണ്ട്. ഈശ്വര ചിന്തയൊക്കെ കൂട്ടിയൊക്കെ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതിന് അനുസൃതമായിട്ടുള്ള ഒരു തൊഴിൽ നേട്ടം അവർക്ക് സാധ്യമാകും. അതുപോലെ പിതാവിൻ്റെയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയൊക്കെ ഗൈഡൻസ് വളരെയധികം ഗുണം ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ഈ 6-ാം ഭാവരാശിയിൽ നേർസഞ്ചാരത്തിൽ നിൽക്കുന്ന വേഴഗ്രഹം അവരുടെ 7-ാം ഭാവമായിട്ടുള്ള 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 12-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രയാസങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. വിദേശത്ത് സേവനം നടത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്കും അവർക്ക് നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും. ചിലർക്ക് ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം വിദേശത്ത് തൊഴിലന്വേഷണത്തിന് ഗുണം ചെയ്യും. അതുപോലെ നമുക്ക് ഉറക്കക്കുറവ്, അതുപോലെ എന്തെങ്കിലും സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറി ശയ്യാസുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമായിരിക്കും. നല്ല കാര്യങ്ങൾക്കായിട്ട് ധനം ചെലവ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, മനസ്സംഘർഷം, ഉത്കണ്ഠ ഇവയൊക്കെ കുറയുന്നതിനും സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ 6 നിൽക്കുന്ന വേഴഗ്രഹം അതിൻ്റെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 2-ലേക്ക് ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ധനഭാഗ്യത്തിന് സാധ്യതയുള്ളൊരു സമയമാണ്. ഇപ്പോൾ കുടുംബത്തിൽ ധനഭാഗ്യത്തിന് സാധ്യതയുണ്ട്. ചിലർക്ക് സമ്പാദ്യ വർധനവിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടുന്ന സമയമായിരിക്കും. കുടുംബ അംഗങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഷെയർ ചെയ്ത് അത് പരിഹരിക്കുന്നതിന് ശ്രമിക്കും. കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇമ്പ്രസ് ആവും. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ മെച്ചപ്പെടുന്ന സമയമായിരിക്കും. അതുപോലെ ഗുരു ശുക്ര പരിവർത്തന യോഗമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. മനസ്സംഘർഷമൊക്കെ കുറയും. പൊതുവെ കുടുംബത്തിൽ ശ്രദ്ധ കൂടുന്ന ഒരു സ്ഥിതി ഈ സമയത്ത് കാണുന്നു. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഈ വേഴഗ്രഹം ഇടവൻ രാശിയിൽ നേർസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഗുണാനുഭവം എന്തെന്നാണ് നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഇപ്പോൾ 5-ലാണ് വേഴം വക്രത്തിൽ സഞ്ചരിക്കുന്നത്. ഫെബ്രുവരി 4 മുതൽ 5 വക്രസ്ഥിതനായിട്ടുള്ള ആ വേഴഗ്രഹം നേർസഞ്ചാരത്തിൽ വരുന്നു. ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വേഴമെന്ന് പറയുന്നത് അവരുടെ 3-ാം ഭാവാധിപനുമാണ്, 12-ാം ഭാവാധിപനുമാണ്. അപ്പോൾ ഈ വേഴഗ്രഹവും ഇപ്പോൾ 5-ൽ നിൽക്കുകയാണ്. 5-ാം ഭാവാധിപൻ 3-ൽ നിൽക്കുകയാണ് ശുക്രൻ.
അങ്ങനെ ശുക്രനും അതുപോലെ വ്യാഴമൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. പൊതുവേ ഈ 5-ലൊക്കെ വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് ആത്മജ്ഞാനമൊക്കെ കൂടുന്ന സമയമായിരിക്കും. ഉപാസനാദി കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കും. ക്രിയേറ്റീവ് തലത്തിലൊക്കെ തിളക്കം ഉണ്ടാകും. നല്ല ചിന്തകൾ, നല്ല പ്രവർത്തനങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും. തൊഴിലിൽ തന്നെ ഒരു മാറ്റത്തിനൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിൽ നേതൃതലങ്ങളിലൊക്കെ എത്തുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. അതുപോലെ നല്ല ഈ കോൺസെൻട്രേഷനൊക്കെ കൂടും. അതുപോലെ തന്നെ നമ്മുടെ ഈ ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ അവരുടെ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ മെച്ചപ്പെടുത്താൻ കഴിയുന്ന സമയമാണ്. പ്രണയചിന്തയൊക്കെ സ്മൂത്താകും. തെറ്റിദ്ധാരണകളൊക്കെ മാറും. നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാനാകും. ഓഹരി വിപണിയിൽ അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ഇവയൊക്കെ തന്നെ ഇവയിലൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. സഹോദരങ്ങളിൽ നിന്നൊക്കെ നേട്ടം ഉണ്ടാകും. സന്താനങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ ഈ 5-ൽ നിൽക്കുന്ന വ്യാഴഗ്രഹം അതിൻ്റെ 5-ാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ സമയമാണ്. ഇപ്പോൾ ഉന്നത പഠനത്തിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. ഭാഗ്യ അനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഭാഗ്യ നേട്ടങ്ങൾ മിക്കവാറും ഈ കൂറുകാർക്കുണ്ടാകും. ദൂരയാത്രകളുണ്ടാകും. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ദീർഘകാലമായിട്ട് നമുക്ക് കാലികമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ അത് സെറ്റ് ചെയ്യുന്നതിനും അവയൊക്കെ നടപ്പിലാക്കുന്നതിനും ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പിതാവ് വഴിയൊക്കെ നേട്ടങ്ങൾ ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാം. 5-ൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ 7-ാം ഭാവമായിട്ടുള്ള 11-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ഇച്ഛാപൂർത്തി സ്ഥാനമാണ്. ഇച്ഛാപൂർത്തി സ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ചില ആഗ്രഹങ്ങൾ ഈ സമയത്ത് സാധിക്കും എന്ന് പറയാം. അതായത് അത് ചിലപ്പോൾ സൗഹൃദങ്ങൾ വഴി, സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ജീവിത പങ്കാളി വഴി ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട്. സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികളെ മീറ്റ് ചെയ്യുന്നതിനോ അവർ വഴിയൊക്കെ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. പ്രത്യേകിച്ച് ആ 11-ലൊക്കെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ധനാഗമം ഉണ്ടാകണം. അത് ഒന്നിലധികം സോഴ്സ് ചെയ്യുന്ന ധനാഗമം ഉണ്ടാകുന്നതിന് ആ ഗുരുവിൻ്റെ 11-ലെ ദൃഷ്ടിക്ക് കഴിയും. മാത്രവുമല്ല 5-ൽ നിൽക്കുന്ന ഗുരുഗ്രഹം അതിൻ്റെ 9-ാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനമായിട്ടുള്ള ജന്മരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാഗ്യസ്ഥാനമായ ജന്മരാശി ദൃഷ്ടി ചെയ്യുമ്പോൾ ഭാഗ്യാനുഭവം ഉണ്ടാകണം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. ആത്മജ്ഞാനം കൂടും. ആത്മവിശ്വാസം കൂടും. അതുപോലെ ജന്മരാശിയിലെ ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ അതിൻ്റെ ശരിയേത് തെറ്റേത് അത് വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകും. അതുപോലെ തന്നെ അതൊക്കെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന് തിളക്കം ഉണ്ടാകും. നമ്മുടെ വ്യക്തിത്വത്തെ ആകർഷകമാക്കും. മാത്രമല്ല ഏത് വെല്ലുവിളികളെയും നമുക്ക് തരണം ചെയ്യുന്നതിനുള്ള അറിവും അതൊക്കെ നമുക്ക് അറിവും ആത്മീയ അവബോധം കൊണ്ടൊക്കെ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനുള്ളൊരു കരുത്തുണ്ടാകും. മാനസികമായിട്ട് സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും, അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദത്തിൽ പെടുന്നവർക്ക് വേഴഗ്രഹം ഇടവൻ രാശിയിൽ നേർസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയെന്ന് നോക്കാം. കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും 4-ലാണ് ഇപ്പോൾ വേഴം നിൽക്കുന്നത്. വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ഫെബ്രുവരി 4 മുതൽ ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന വേഴഗ്രഹം നേർസഞ്ചാരത്തിലാവുന്നു. ഇപ്പോൾ വേഴഗ്രഹം എന്ന് പറയുമ്പോൾ ഈ കുറുകാർക്ക് അവരുടെ 2-ാം ഭാവാധിപനുമാണ്, 11-ാം ഭാവാധിപനുമാണ്. അപ്പോൾ ഈ 2-ാം ഭാവാധിപൻ 4 നിൽക്കുന്നു, 4-ാം ഭാവാധിപൻ 2 നിൽക്കുന്നു, ശുക്രൻ. ആ ശുക്രനും അതുപോലെ ഗുരുവൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് 4-ലൊക്കെ വേഴഗ്രഹം നേർസഞ്ചാരത്തിൽ വരുമ്പോൾ നമ്മളെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ ഇവയൊക്കെ മാറും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. മനസ്സന്തോഷം ഉണ്ടാകുന്ന സംഭവവാസങ്ങൾ ഉണ്ടാകും.
കുടുംബ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടും. വീട് പുതുക്കുന്നതിനോ വീട് വാങ്ങുന്നതിനോ വീട് വയ്ക്കുന്നതിനോ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് വാഹനങ്ങൾ വാങ്ങുന്നതിന് സാധ്യത കാണുന്നുണ്ട്. മാതാവുമായിട്ട് നല്ല ബന്ധമുണ്ടാകും. മാതൃസുഖം അനുഭവപ്പെടുന്ന സമയമാണ്. അതുപോലെ ദീർഘകാല നേട്ടങ്ങൾ കിട്ടത്തക്ക പദ്ധതികളിലൊക്കെ ചിലപ്പോൾ പണം മുടക്കുന്നതിന് സാധ്യത കാണുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക്, വാഹന ബിസിനസ്സുകാർക്ക്, ഭൂവുടമകൾക്ക്, കർഷകർക്ക്, കമ്മീഷൻ ഏജൻറ്റ്, ഇവർക്കൊക്കെ ധനാഗമം കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പഠിതാക്കൾക്കും ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പം ഈ 4 നിൽക്കുന്ന ആ ഗുരു ഭാവത്തിൻ്റെ 5 അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നു. അഷ്ടമത്തിലൊക്കെ ആ വേഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് ഗവേഷണം നടത്തുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക് അനുകൂല സമയമായിരിക്കും. അതുപോലെ അന്ന് അവരുടെ വിഷയത്തിൽ അവർക്ക് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാകും. അതുപോലെ നമ്മുടെ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ സഫലമാകുന്ന സമയമായിരിക്കും. നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളിലും നമ്മുടെ കാഴ്ചപ്പാടിലും വീക്ഷണത്തിലും ഒക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഈ കൂറുകാർക്ക് ഒരു പരിവർത്തനം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് ധനാഗമത്തിനും നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നു. ഇപ്പം ഈ 4 നിൽക്കുന്ന ഗുരുഗ്രഹം ഭാവത്തിൻ്റെ 7 10 ദൃഷ്ടി ചെയ്യുന്നു. അപ്പം 10 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് തൊഴിലിൽ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു. തൊഴിലിടത്ത് അംഗീകാരം ഉണ്ടാകും. അതുപോലെ തൊഴിലിൽ സഡനായിട്ടുള്ള ചേഞ്ചിന് സാധ്യതയുണ്ട്. തൊഴിലിടത്ത് വരുമാന വർധനവ് പ്രതീക്ഷിക്കാം. തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ചിലർക്ക് പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിൽ തൊഴിൽ സാധ്യത കാണുന്നു. ഡെയിലി വേജ് ഏണേഴ്സിനും അനുകൂല സമയമാണ്. അതുപോലെ തന്നെ തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഗുണം ചെയ്യും. കോവർക്കേഴ്സിൻ്റെയും മേലധികാരികളുടെയൊക്കെ തന്നെ സഹകരണം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇനി 4 നിൽക്കുന്ന ഗുരു അതിൻ്റെ 9ാം ഭാവമായിട്ടുള്ള 12 ദൃഷ്ടി ചെയ്യുന്നു. അത് ആത്മീയ കാര്യങ്ങൾക്കും ആതുര പ്രവർത്തനങ്ങൾക്കും താല്പര്യം കാണിക്കും, താല്പര്യം കൂടും. മാത്രമല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് പണം ചെലവാക്കുന്ന സമയമാണ്. ദൂരയാത്രകൾക്കോ വിദേശയാത്രകൾക്കോ വേണ്ടി പണം ചെലവാകും. അതുപോലെ നമുക്ക് ഉറക്കക്കുറവ്, സ്ലീപ്പിംഗ് പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. അനാവശ്യ ചെലവ് ഒഴിവാക്കുന്നതിൽ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഭാവിയിൽ ഗുണം കിട്ടുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധനച്ചെലവായിരിക്കും ഈ 12 വേഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് ഈ കുറുകാർക്ക് ഉണ്ടാകുന്നത്. ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ഇടവൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന വേഴം നേർസഞ്ചരത്തിൽ വരുമ്പോൾ എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൂരുട്ടാ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, അതുപോലെ രേവതി നക്ഷത്രക്കാരാണ്. അപ്പോൾ അവർക്ക് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും 3 വേഴ ഇപ്പം നിൽക്കുന്നത്, വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ഫെബ്രുവരി 4 മുതൽ ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന വേഴഗ്രഹം 3 നേർസഞ്ചാരത്തിൽ വരുന്നു. ഗുരു എന്ന് പറയുമ്പോൾ മീനക്കുറുകാർക്ക് ജന്മരാശ്യാധിപനാണ്. ആ ജന്മരാശ്യാധിപനാണ്, അതുപോലെ തന്നെ കർമ്മഭാവാധിപനുമാണ് ആ വേഴഗ്രഹം. 3 വക്രത്തിൽ സഞ്ചരിച്ച ഫെബ്രുവരി 4 മുതൽ നേർസഞ്ചാരത്തിൽ വരുന്നത്. അപ്പോൾ ജന്മരാശിയിൽ ശുക്രനുണ്ട്, 3ാം ഭാവരാശിയിൽ ജന്മരാശ്യാധിപനുണ്ട്. അങ്ങനെ ആ ഗുരുവും ശുക്രനുമൊക്കെ വളരെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് 3 ആ ഗുരുഗ്രഹം നേർസഞ്ചാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മുടെ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ അത് വളരെയധികം ശക്തമാകുന്ന സമയമായിരിക്കും. പഠനത്തിൽ, എഴുത്തിൽ, പ്രഭാഷണത്തിൽ, അതുപോലെ പ്രസിദ്ധീകരണത്തിൽ, അതിലൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. ഇപ്പോൾ നമ്മുടെ പ്രസംഗവും എഴുത്തുമൊക്കെ തന്നെ പൊതുജനങ്ങൾ സ്വീകരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഏത് പ്രശ്നങ്ങളിലും ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ളൊരു കഴിവ്. അതുപോലെ നമുക്ക് നിരവധി യാത്രകൾ, ആ യാത്രകൾ കൊണ്ട് നേട്ടം. ജന്മരാശ്യാധിപൻ 3 നിൽക്കുന്നത് പൊതുവെ ധൈര്യം, വീര്യം ഇവയൊക്കെ കൂട്ടും. സഹോദരങ്ങൾ വഴിയൊക്കെ തൊഴിലിൽ നേട്ടമുണ്ടാകും.
തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകളുണ്ടാകും. ചിലർക്ക് ഈ കലാമേഖലകളിലൊക്കെ അവരുടെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ ഈ 3-ൽ നിൽക്കുന്ന വേഴഗ്രഹം അതിൻ്റെ 5-ാം ഭാവമായിട്ടുള്ള 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7-ലേക്ക് ജന്മരാശി നിൽക്കുന്ന ശുക്രനും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവാഹ ആലോചനകളിൽ നമുക്കെന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പൊടുന്നനെ മാറും. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. നമ്മുടെ മാരിറ്റൽ റിലേഷൻഷിപ്പ്, ആ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നിലവിലുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണ നിലവിലുണ്ടെങ്കിൽ, തർക്കങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടും. ദാമ്പത്യ ബന്ധമൊക്കെ സന്തോഷകരമാകും. ആ ഗുരുവും ശുക്രനുമൊക്കെ 7-ൽ ദൃഷ്ടി ചെയ്യുന്നത് പൊതുവെ മാരിറ്റൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്ന സമയമായിരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഗുണാനുഭവം ഉണ്ടാകും. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഐക്യം ഉണ്ടാകും. ബിസിനസ് വിപുലീകരിക്കും. അതുപോലെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 7-ാം ഭാവം എന്ന് പറയുന്നത് കർമ്മസ്ഥാനത്തിൻ്റെ കർമ്മസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് അത് പൊതുവെ പ്രൊഫഷണൽ തലത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രൊഫഷണൽ ഗ്രോത്തിനും സഹായകമാണ്. തൊഴിലിൽ നേട്ടങ്ങൾ, തൊഴിലിൽ ഉയർച്ച, തൊഴിൽ ലഭിക്കുന്നതിനും ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ 7-ലേക്കുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് വരാം. 3 നിൽക്കുന്ന ഗുരു അതിൻ്റെ 7-ാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഉന്നത പഠനം നടത്തുന്നവർ, ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർ, അവർക്ക് അനുകൂല സമയമാണ്. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങളുണ്ടാകും. ഇഷ്ടസ്ഥാപനങ്ങളിൽ, ഇഷ്ടവിഷയത്തിൽ അഡ്മിഷൻ സാധ്യമാകും. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും. ധർമ്മചിന്തകളും ധർമ്മപ്രവർത്തനങ്ങളും ഈ സമയത്തുണ്ടാകും. പിതാവിന് ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. ദൂരയാത്രകളുണ്ടാകും. ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യനേട്ടത്തിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. 3-ൽ നിൽക്കുന്ന ആ വേഴഗ്രഹം അതിൻ്റെ 9-ാം ഭാവമായിട്ടുള്ള 11-ലേക്ക് നേട്ടത്തിൻ്റെ സ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. നീചദൃഷ്ടിയാണെങ്കിലും 11-ലേക്കുള്ള ആ വേഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്ന് വരുമാനമാർഗം ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ധനാഗമമൊക്കെ കൂടും. ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളൊക്കെ പുതുക്കുന്നതിനും നമ്മുടെ സാമൂഹ്യ ബന്ധമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും അനുകൂല സമയമാണ്. സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ നമുക്ക് പല നേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. സമൂഹത്തിൽ ഉന്നത വ്യക്തികളായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിനും അവരെ മീറ്റ് ചെയ്യുന്നതിനും അവരുമായിട്ടുള്ള ഒരു ബന്ധം ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സഹായകമാകും. പൊതുവെ ധനഭാഗ്യത്തിന് സാധ്യതയുള്ള ഒരു സമയമായിട്ട് ഈ വേഴത്തിൻ്റെ 3-ാം ഭാവരാശിയിലെ നേർസഞ്ചാരം കൊണ്ട് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.